ഇപ്പം ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ലോകത്തിലെ ഏറ്റവും നല്ല ഫുട്ബോളർ ആരാന്ന് ചോദിച്ചാൽ ഒറ്റ പേരേ ഉള്ളൂ. ഞാൻ ആ ഒരു പേര് മാത്രമേ പറയുള്ളൂ, അതാണ് മുഹമ്മദ് സലാ. സ്വാഭാവികം ഫുട്ബോൾ ആരാധകർക്ക് ഒരിക്കലും സംശയം കൂടാതെ പറയാൻ പറ്റുന്ന പേരാണ് മുഹമ്മദ് സലാ എന്ന് പറയുന്നത്. കാരണം ലോകത്തിലെ ടോപ്പ് ലീഗാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത്. ഫുട്ബോളിൽ നിന്നല്ല, ലോകത്തിലെ ഏറ്റവും നല്ല ലീഗുകളിൽ ഒന്നാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്. അവിടെ അയാൾ കാഴ്ചവെക്കുന്ന ആ ഒരു പ്രകടനം ഇന്ന് ലോക ഫുട്ബോളിൽ ആരും കാഴ്ചവെക്കണില്ല എന്നുള്ളത് ഉറപ്പാണ്. 2024 സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ള ആരാ? മുഹമ്മദ് സലയാണ്. ഇനിയൊക്കെ ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഏറ്റവും കൂടുതൽ ഗോൾ നേടിയിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നേടിയതിലും മുഹമ്മദ് സല തൻ്റെ വ്യക്തിഗത മുദ്ര പതിപ്പിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഈ സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ സല പോകുന്നുള്ള പല വാർത്തകളും വന്നിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഇപ്പോഴും കോൺട്രാക്റ്റ് പുതുക്കിയിട്ടില്ല എന്നുള്ളതാണ്. ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ആൻഫീൽഡിൻ്റെ രാജകുമാരനായിട്ടുള്ള മുഹമ്മദ് സലയെ കോൺട്രാക്റ്റ് പുതുക്കാത്തത് ആരാധകർക്ക് ഒരുപാട് നിരാശ പ്രകടിപ്പിക്കുന്നതാണ്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ സല ഗോൾട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പോയി നോക്കുക, ലിവർപൂളിൻ്റെ ഒഫീഷ്യൽ പേജ് ഉണ്ടാവും ഇൻസ്റ്റഗ്രാമിൽ. ഇതിൻ്റെ അടിയിലൊക്കെ സലയുടെ കോൺട്രാക്റ്റ് സംബന്ധിച്ചിട്ടുള്ള ഡിസ്കഷനാണ് ആരാധകർ പോലും നടത്തുന്നത്. കാരണം അയാളെ വീണ്ടും വീണ്ടും കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ലിവർപൂളിൽ തന്നെ നിലനിർത്താനുള്ള കാര്യങ്ങൾ ചെയ്യൂ എന്നാണ് മാനേജ്മെൻറ്റിനോട് പറയുന്നത് ആരാധകർ. അല്ലെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് ഇതുപോലെ പന്ത് തട്ടുന്ന ഒരു പ്ലെയറെ ഒരു ടീമിന് അല്ലെങ്കിൽ ഒരു ആരാധകർക്ക് വിട്ടുകൊടുക്കാനായിട്ട് സാധിക്കുക? ആൻഫീൽഡിൻ്റെ രക്ഷകനായ ക്ലോപ്പ് പടിയിറങ്ങുമ്പോൾ എല്ലാവരും ഒന്ന് ആലോചിച്ചാണ് ഇനി എന്താണ് ലിവർപൂളിൻ്റെ ഭാവി, ഇനി എന്താണ് എന്നുള്ളത്. എന്നാൽ അവിടേക്കാണ് ആർനെ സ്ലോട്ട് എന്ന് പറയുന്ന ഒരു രക്ഷകൻ വരുന്നത്. ക്ലോപ്പ് എവിടെയാണോ അവസാനിപ്പിച്ചത് അവിടെ നിന്നും തുടങ്ങുകയായിരുന്നു സ്ലോട്ട് എന്ന് വേണം പറയാൻ. സ്ലോട്ടിൻ്റെ ചെങ്കോലും കിരീടവും സ്ലോട്ട് കൊടുത്തത് മുഹമ്മദ് സല എന്ന് പറയുന്ന ഒരു ഈജിപ്ഷ്യൻ സുൽത്താൻ്റെ അടുത്താണ്. 32 വയസ്സുള്ള കളിക്കാരനാണ് സല. ഇന്ന് അയാൾ മറികടക്കുന്നത് തന്നേക്കാൾ പ്രായം കുറഞ്ഞ വർത്തമാനകാലത്തെ ടോപ്പ് ഫുട്ബോളേഴ്സിനെയാണ്. എത്ര മനോഹരമായിട്ടാണ് സല പന്ത് തട്ടുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലിവർപൂളിൻ്റെ മുന്നേറ്റ നിരയിൽ സലയുടെ കാലിൽ പന്ത് തട്ടിയാൽ ഉറപ്പാണ് എതിരാളികളുടെ വല ചലിക്കും എന്നുള്ളത്. ലിവർപൂൾ ആരാധകർക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം കൊടുക്കുന്നത് ഫോർവേഡ് നിരയിലേക്ക് സലയിലേക്ക് പന്തെത്തുക എന്ന് പറയുന്ന ആ ഒരു നിമിഷത്തിലായിരിക്കും. ഇന്ന് പ്രീമിയർ ലീഗിൽ ഇങ്ങനൊരു പ്ലെയർ ഇല്ല. ലോക ഫുട്ബോളിൽ ഇപ്പോൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഇങ്ങനൊരു പ്ലെയർ ഇല്ല. എത്ര മനോഹരമായിട്ടാണ് സല പന്ത് തട്ടുന്നത്. വാട്ട് എ പ്ലെയർ. ലിവർപൂൾ സത്യം പറഞ്ഞാൽ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ലോക ഫുട്ബോളിൽ ആരും ചെയ്യാത്ത മണ്ടത്തരാണ്. കാരണം സലയുടെ കോൺട്രാക്റ്റ് പുതുക്കാത്തത്. സല ഇക്കൊല്ലം ആ ടീമിൽ നിന്നും പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ, അഥവാ സല പടിയിറങ്ങി കഴിഞ്ഞാൽ ആ സ്ഥാനത്തേക്ക് എത്ര വലിയ യുവതാരങ്ങളെ കൊണ്ടുവന്നിട്ടും കാര്യമില്ല എന്നുള്ളതാണ്. കാരണം ഇയാൾ പന്ത് തട്ടുന്നത് തൻ്റെ 32-ാം വയസ്സിലും ഒരു പ്രൈം സിറ്റുവേഷനിൽ എങ്ങനെ കളിക്കുന്നത് അതുപോലെയാണ് സല കളിച്ചുകൊണ്ടിരിക്കുന്നത്. സല കൊടുക്കുന്ന അസിസ്റ്റുകൾക്കും ഗോളുകൾക്കും ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഒരൊറ്റ കളിയെ പോലും നിറമങ്ങണില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ചാമ്പ്യൻസ് ലീഗ് വരട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ പ്രീമിയർ ലീഗ് വരട്ടെ, ഏത് ടൂർണമെൻറ്റും ആയിക്കോട്ടെ, മുഹമ്മദ് സല എന്ന് പറയുന്ന ആ പേര് മങ്ങിക്കാണുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കൂല. പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച താരങ്ങൾ പന്ത് തട്ടുന്ന ഒരു ലീഗാണെന്ന് ഓർക്കണം. വമ്പര് പന്ത് തട്ടുന്ന ലീഗാണെന്ന് ഓർക്കണം. ആ ലീഗിൽ ഒരു മത്സരം പോലും നിറം മങ്ങാതെ പിടിച്ചു നിൽക്കുക എന്ന് പറയേണ്ടത് ഒരു വല്ലാത്ത ജാതി പവറാണ്. ഇന്ന് ആ 2 കാലുകളിലേക്ക് നോക്കിയാൽ ആ പവർ എന്താണെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതെ, ഇത് കഥകളിലൊക്കെ കേട്ടിട്ടുള്ള ആ പഴയ മിസ്രിലെ രാജകുമാരൻ തന്നെ മുഹമ്മദ് സല.